പാലക്കാടൻ കാറ്റ് എങ്ങോട്ടെന്നറിയാൻ വിധിയെഴുത്ത് തുടങ്ങി. ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പോളിംഗ് മന്ദഗതിയിൽ. ഇതുവരെ 30.48% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ തിരക്കുണ്ടായിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ തിരക്ക് കുറവാണ്. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, CPIM നേതാവ് NN കൃഷ്ണദാസ്, ഷാഫി പറമ്പിൽ MP എന്നിവർ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. ആൽവിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആൽവിൻ, ഏകദേശം 5 മണിക്കൂറിനോടടുക്കുകയാണ് പോളിംഗ് ആരംഭിച്ചിട്ട്. എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു സാഹചര്യം വിലയിരുത്തിയിട്ട് ഇതുവരെ എങ്ങനെയാണ് ഈ വോട്ടെടുപ്പിനെ വിലയിരുത്തുന്നത്? അതിര 122 നമ്പർ ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിരായിരി പഞ്ചായത്തിന്റെ 122 ബൂത്തിൽ ഇപ്പോൾ ജനറൽ ഒബ്സർവർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയാണ്. ഒപ്താൽ മുദ്ര എന്ന ജനറൽ ഒബ്സർവർ, ഇലക്ഷന്റെ ജനറൽ ഒബ്സർവറാണ് അദ്ദേഹം. ഇവിടെ എത്തി ഇപ്പോൾ ഇവിടെ ചില പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയാണ്. ഇത് മുമ്പ് 2 തവണ ഇവിടെ വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഷാഫി പറമ്പിൽ MP അടക്കമുള്ള ആളുകൾ വന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് വോട്ടിംഗ് സുഗമമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജനറൽ ഒബ്സർവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. 122 നമ്പർ ബൂത്തിൽ പിരായിരി പഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. വലിയ തിരക്കായിരുന്നോ? വലിയ തിരക്കാണോ? നല്ല തിരക്കുണ്ട്. 2 തവണ തകരാറുണ്ട്. ട്രിപ്പ് വന്നു, ഒരിക്കൽ 7 മണിക്ക് വന്നു. നല്ല തിരക്കുകൊണ്ട് ഞാൻ വർക്ക് സൈറ്റ് പോയിട്ട് വീണ്ടും പോയിട്ട് വന്നു. ഇതിപ്പോൾ പോയിട്ട് ഇപ്പോഴും ഇതേ തിരക്ക്. 2 മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. വീണ്ടും വന്നതാണോ? വീണ്ടും ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇതേ സമാന ആക്ഷേപം തന്നെ മുമ്പ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചിരുന്നു. അതായത് 122 നമ്പർ ബൂത്തിൽ 2 തവണ ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആളുകൾ പലരും വന്ന് തിരികെ മടങ്ങിയൊരു സാഹചര്യമുണ്ടായി. അവരെ വീട്ടിൽ നിന്ന് വീണ്ടും വോട്ടിംഗ് നടത്തുന്നതിനായി ബൂത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതിലൂടെ അടിസ്ഥാനത്തിൽ പരാതിപ്പെട്ടതിനെ ഒബ്സർവറുമായി ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ജനറൽ ഒബ്സർവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം 122 നമ്പർ ബൂത്തിലെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അതിൽ കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വോട്ടെടുപ്പ് കൂടുതൽ സ്പീഡാക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നുള്ളതും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത്തരം നടപടികളിലേക്കും ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ 122 ബൂത്തിലാണ് വലിയ തോതിൽ ഇപ്പോൾ ഇവിടെ ക്യൂ നിലനിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെയുള്ളത് 120, 123 ബൂത്തുകൾ അടുപ്പിച്ചുള്ള സ്കൂളാണ് ഈ LP സ്കൂള്. അതുകൊണ്ട് തന്നെ ഈ 3 ബൂത്തുകളുടെയും വോട്ടർമാർ അടുത്തടുത്ത ഇടങ്ങളിലാണ് ഉള്ളത്. ഇതിൽ 123 നമ്പർ ബൂത്തിൽ പൊതുവെ തിരക്ക് കുറവാണ്. നേരത്തെ സുഗമമായി തന്നെ വോട്ടെടുപ്പ് നടന്നു പോയതിനാൽ അവിടുന്ന് ആളുകൾ മാറിയിട്ടുണ്ട്, വോട്ടർമാർ ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 122 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ നീണ്ട നിരയുള്ളത്. നമുക്ക് കാഴ്ചയിൽ കാണുന്ന പോലെ വലിയ ക്യൂ ഉണ്ട് ഇപ്പോൾ ജനറൽ ഒബ്സർവറായിട്ടുള്ള ആളുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി 122 നമ്പർ ബൂത്തിലേക്ക് എത്തിയ ശേഷം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. 2 തവണ ഇവിടെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. So how is it sold? Any issue there? Can't say. ഓക്കെ. ഇപ്പോൾ അവർ ഔദ്യോഗികമായി അവർക്കൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ക്രമീകരണങ്ങൾ നടത്തിയ ശേഷം വോട്ടിംഗ് കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിക്കുന്നത്. Sir, is there any issue? Nothing. Is it sold? Is it? Sold? Yes. പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ ഒബ്സർവർ അടക്കമുള്ളവർ. ആൽവിൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? അതെ, 2 തവണ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ലൈവിൽ പറഞ്ഞിരുന്നു, ഈ ബൂത്തിൽ 2 തവണ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വോട്ടിംഗ് നിലച്ചിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2 തവണ നിലച്ചതായി നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനുകളിലൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെയാണ് നമ്മൾ ഷാഫി പറമ്പിലെത്തുകയും അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ മെഷീൻ സുഗമമാക്കിക്കൊണ്ട് വേണം തുടർന്നുള്ള നടപടികൾ കൊണ്ടുപോകാൻ, അതിന് കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ വയ്ക്കണമെന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജനറൽ ഒബ്സർവറായിട്ടുള്ള ആൾ ഒപ്താൽ മുദ്ര എത്തിയിട്ടുള്ളത്. അദ്ദേഹം is it sold, sir? Nothing was there to be sold. The machine was complained for. So that has been done long back, and there is a queue. We have got one extra polling personnel, so that will be managed now. Okay. Why polling was delayed? Due to machine problems, it happens always. It's not a big thing. It's a general one. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ജനറൽ ഒബ്സർവറാണ് അദ്ദേഹം.
പറഞ്ഞത് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നിലവിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായി അഡീഷണൽ ഒരു ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് വരുന്ന മണിക്കൂറുകളിൽ ഈ 122 നമ്പർ ബൂത്തിൽ സുഗമമായി നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന് കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് ഇപ്പോൾ ആ വലിയ തിരക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 123 നമ്പർ ബൂത്താണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ ക്യൂ ഒന്നുമില്ല. വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് 123 നമ്പർ ബൂത്തിലുള്ളത്. അതേസമയം 122 നമ്പർ ബൂത്തിലാണ് ഈ സാങ്കേതിക പ്രശ്നം രാവിലെ മുതൽ 2 തവണ ഈ സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്നതും പിന്നീട് പല വോട്ടർമാരും വന്നിട്ട് തിരികെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെയും വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ ചോദിച്ചതുപോലെ തന്നെ അവർ രണ്ടാമത് വീണ്ടും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പലരും വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. അതിനിപ്പോൾ പോയ ശേഷം തിരിച്ചിപ്പോൾ വോട്ടിംഗ് വീണ്ടും പുനരാരംഭിച്ചു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് എത്തിയവരാണ് പലരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രായമായവരൊക്കെ ഉണ്ട്. എപ്പോൾ നേരത്തെ വന്നോ ഇപ്പോൾ മണിക്കൂർ കണക്കായി ഇവിടെ വന്നിട്ട് ഒരിക്കൽ വന്ന് തിരിച്ചുപോയി വീണ്ടും വീണ്ടും വന്നതാണ്. ഇപ്പൊ 3 പ്രാവശ്യമായിട്ട് മെഷീൻ കേടുവന്നില്ലേ? അവരിനെ പറഞ്ഞിട്ട് കുറ്റമില്ല. കൊണ്ടുവരുന്ന മെഷീനൊക്കെ താറാറാണ്. ആ താറാറ് മാറ്റി പരിഹരിച്ച് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ ഒബ്സർവർ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ പരിഹരിക്കപ്പെട്ടു എന്ന് അറിയുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ കാത്തു നിന്ന് വോട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. 2 തവണ വന്നു പോയതാണ്. പിന്നെ മനസ്സിലാക്കുന്ന വോട്ട് ചെയ്ത ഏതായാലും വോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. അതാണ് വോട്ടർമാരുടെ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ എന്ന് പറയാം. നമുക്ക് അവർ പറയുന്നത് 2 തവണ ഒരു വന്നുവെങ്കിലും പിന്നീടും വോട്ട് ചെയ്തിട്ടേ മടങ്ങുന്നുള്ളൂ എന്നുകൊണ്ട് തന്നെ വീണ്ടും എത്തിച്ചേർന്നതാണ്. വോട്ടിംഗ് സുഗമമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അതിലെ തകരാറുകൾ പരിഹരിച്ചു. നേരിട്ട് ജനറൽ ഒബ്സർവർ ഇവിടെ എത്തി. അദ്ദേഹം ഇവിടുത്തെ വിലയിരുത്തൽ നടത്തിയ ശേഷം കൂടുതൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂടി നിയമിച്ച ശേഷമാണ് ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. ഏതായാലും പിരായിരി പഞ്ചായത്തിലെ 122 നമ്പർ ബൂത്തിലാണ് ഈ 2 തവണ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. സുഗമമായ വോട്ടെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. പലയിടങ്ങളിലും ഇപ്പോഴും നീണ്ട ക്യൂ ഉണ്ട്. ഇപ്പോൾ നേരം ഉച്ചയായിട്ടുണ്ട്. 12 മണിയായിട്ടുണ്ട്. വെയിൽ ഉച്ചയ്ക്ക് മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത വെയിലുണ്ട്. ആ വെയിലത്തും ഇപ്പോഴും വോട്ടർമാർ പലയിടങ്ങളിലും എത്തുന്നുണ്ട് എന്നത് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയായി നമുക്ക് പറയാൻ കഴിയുന്നു. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്ത്രീ വോട്ടർമാരാണ് നിരവധിയായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാർ ഏറെയുണ്ട്. 1,900,000-ലധികം സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. അവരുടെ നീണ്ട നിര പല ബൂത്തുകളിലും ദൃശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് പലയിടങ്ങളിലെയും കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീകളായിട്ടുള്ള ആളുകൾ, പ്രായമായവരും അതോടൊപ്പം തന്നെ യുവതികളായിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. വരുന്ന മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മറ്റിടങ്ങളിൽ ഒന്നും തന്നെ 184 ബൂത്തുകളുണ്ട്. 184 ബൂത്തുകളിലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ മാത്രമാണ് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായത്. 2 തവണ പ്രശ്നമുണ്ടായപ്പോഴാണ് വലിയ തോതിൽ ക്യൂ വരികയൊക്കെ ചെയ്തത്. ഇപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ ഇപ്പോൾ അടുത്ത സമയങ്ങളിലൊക്കെ എത്തിയവരും ഒക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും വോട്ടിംഗ് സുഗമമായി ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള കാണാൻ കഴിയുന്ന കാഴ്ച. അതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്നാലും പാലക്കാട് മണ്ഡലത്തിൽ വിധിയെഴുത്ത് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിന്റെ ആദ്യ 2 മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ബൂത്തുകളിലെത്തുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗ്രാമീണ മേഖലയിൽ അടക്കം ബൂത്തുകളിൽ ആളുകൾ ഉണ്ടെങ്കിലും നഗരമേഖലയിൽ ബൂത്തുകളിൽ ആളുകൾ കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ 122 ബൂത്തിൽ. ഇതിനർത്ഥം പിടികിട്ടുന്നില്ല. ഇവരെങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരാശങ്കയില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. അല്ല, പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ എന്തായാലും അത് വൈകുന്നേരം ആവട്ടെ, 5 മണിയാകുമ്പോഴല്ലേ കൃത്യമായ ചിത്രം മനസ്സിലാവുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വരേണ്ടവർ ഒരുപാടുണ്ടാവും. ടൗണിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം വരാൻ പ്രിഫർ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് അത് ബാധിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞ ആ വിവാദങ്ങളെല്ലാം നോക്കിക്കോ നിങ്ങൾ. പാലക്കാട് കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എടുത്തു നോക്കിയാൽ അവിടെ മത്സരം നടക്കുന്നത് UDF-ഉം BJP-യും തമ്മിലാണ്. CPM 3-ാം സ്ഥാനത്താണ്. ഈ കഴിഞ്ഞ മത്സരം മാത്രമല്ല, കഴിഞ്ഞ 2-3-4 മത്സരം എങ്ങനെയാണ്? അവിടെ CPM-ൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? BJP-ക്കെതിരായിട്ടുള്ള ആക്രമണം. BJP-ക്കെതിരായല്ല ആക്രമണം. പെട്ടിയായാലും വോട്ടർ പട്ടികയായാലും എന്ത് വിവാദമായാലും അവർ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കുകയാണ്. അപ്പോൾ ആ വിവാദങ്ങളെല്ലാം സത്യത്തിൽ ഫലത്തിൽ CPM-നെ അവരുടെ നിലപാടിനെ പുറത്ത് കാണിക്കുക ചെയ്യുന്നു. ഞങ്ങൾക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ടൂറിസം
സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ആലപ്പുഴയിൽ നടക്കുകയാണ്. ഞാൻ അവരുടെ കമ്മിറ്റിയെ പ്രത്യേകമായി സ്വാഗതിക്കുന്നു. ആലപ്പുഴയുടെ വിനോദസഞ്ചാര സാധ്യതകളുടെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അഭ്യർത്ഥന അനുസരിച്ച് അവർ ഈ ടൂറിസത്തിൻ്റെ കമ്മിറ്റി ഇവിടെ ആലപ്പുഴയിലൊരു കമ്മിറ്റി വന്ന് താമസിക്കുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പോൾ ഇവിടെ തന്നെ വന്ന് കമ്മിറ്റി താമസിച്ച് ഇവിടുത്തെ പ്രദേശങ്ങളിലൊക്കെ മനസ്സിലാക്കി ഇതിന് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരോടും ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആലപ്പുഴയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് ദേശീയപാതയുമായി ബന്ധപ്പെട്ടവർ, ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടവർ. കെ.സി. വേണുഗോപാലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാലക്കാട് വിജയം സുനിശ്ചിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. പി.കെ. സരീഷ് കൂടി തുടരുന്നുണ്ട്. സരീഷ്, പോളിംഗ് ആദ്യ 2 മണിക്കൂറുകൾ അപേക്ഷിച്ച് പിന്നീട് ഇങ്ങോട്ട് അല്പം മന്ദഗതിയിലായിരുന്നു. സരീഷ് നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ഈ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കമ്പാരിസണൊക്കെ ഈ ഘട്ടത്തിൽ സാധ്യമാണോ? നിലവിലെ ഒരു സാഹചര്യത്തിൽ നഗരം പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് മുഖം തിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വലിയൊരു തിരക്ക്, രാവിലെ ഉണ്ടായിരുന്ന ഒരു തിരക്ക് നഗര ഹൃദയഭാഗങ്ങളിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കൃത്യമായ കാര്യം. പലരും വരുന്നു, വോട്ട് ചെയ്യുന്നു, മടങ്ങുന്നു. അത്തരത്തിലൊരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. ഓരോ ആളുകളായി ഉച്ചയ്ക്ക് എത്തുന്നു, നേരെ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറുന്നു, വോട്ട് ചെയ്ത് മടങ്ങുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ രാവിലെ വലിയ ക്യൂ ഈ മേഖലയിലും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻപേട്ട ഗവൺമെൻറ് LP സ്കൂളിലാണ്. അവിടെയും ഈ ഏതെങ്കിലും രീതിയിലുള്ളൊരു തിരക്കോ അല്ലെങ്കിൽ ഈ പോളിംഗ് വൈകുന്നതോ ആയി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ആളുകൾ എത്തുന്നു, നേരെ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറുന്നു, വോട്ട് ചെയ്ത് മടങ്ങുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിലവിലെ ഒരു സാഹചര്യം, പാലക്കാടിൻ്റെ സാഹചര്യം നോക്കിയാൽ വലിയ അല്ലെങ്കിൽ തീക്ഷ്ണമായ വെയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സമയത്ത് വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു പ്രതീക്ഷ എന്തായാലും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമില്ല. ഉച്ചയ്ക്ക് ശേഷം മാത്രം, ഒരുപക്ഷെ 2 മണിക്കോ 3 മണിക്കോ ശേഷം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 11 മണിയാകുമ്പോഴേക്കും 30% മുകളിലൊക്കെ വോട്ടിംഗ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ, അത് പാർലമെൻറ്റിലാവട്ടെ നിയമസഭയിലാവട്ടെ വലിയ രീതിയിൽ പോളിംഗ് ആളുകൾ ഈ വോട്ടിങ്ങിനോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പല ഘട്ടങ്ങളിലും നമ്മളോടൊക്കെ ആളുകൾ പ്രതികരിച്ചത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും ഒപ്പം തന്നെ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയവർ പോലും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. സമാനമായൊരു സാഹചര്യം തന്നെ ആവണം ഒരുപക്ഷെ ആളുകൾക്കുള്ളിലുള്ളത്. പക്ഷേ മുന്നണികളെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പോളിംഗ് ശതമാനം വളരെ കുറയും എന്ന കൃത്യമായ തിരിച്ചറിവ് അവർക്കുണ്ട്. അത് വലിയ രീതിയിൽ വിജയത്തെ ബാധിക്കും എന്ന് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ആളുകളുടെ വീടുകളിലേക്ക് എത്തി ആളുകളെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ മുന്നണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് 1 മണിക്ക് ശേഷം വീട്ടമ്മമാരെ കൂടുതലായി, കാരണം പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു ചിത്രമെടുത്താൽ ഈ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ 1 ലക്ഷത്തിലേറെ വോട്ടർമാർ സ്ത്രീകളാണ്. അവരെ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർ ആദ്യഘട്ടത്തിലും ഏറ്റവും അവസാനമായി ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഒരു 8 മണി വരെയും അതിനുശേഷം ഒരു 4 മണി മുതൽ 6 മണി വരെയുമാണ് കൂടുതലായി പുരുഷ വോട്ടർമാർ വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്ക് ശേഷം കൂടുതൽ സ്ത്രീ വോട്ടർമാരെ ഈ ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും മുന്നണികൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കെ.സി. വേണുഗോപാൽ പറഞ്ഞതുപോലെ ഈ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ ശതമാനത്തിൽ കുറവ് എന്ന് നമുക്കൊരു പക്ഷേ കൂടുതലായി നോക്കണമെങ്കിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോളിംഗ് വർധനവ് ഉണ്ടാവുന്നുണ്ടെങ്കിലും നഗര ഹൃദയ ഭാഗങ്ങളിൽ വളരെ കുറയുന്നൊരു സാഹചര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം. ശരി, പി.കെ. സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ 170-ാം ബൂത്തിൽ ഇരട്ട വോട്ട് തർക്കം. വോട്ട് ചെയ്യാനെത്തിയ ആൾ തെങ്കുറിശി പഞ്ചായത്തിലെ വോട്ടറാണെന്ന് CPIM വാദം. പരാതിയിൽ വിശദമായി പരിശോധിച്ച വോട്ടർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, എന്താണ് ആരോപണം? തേങ്കുറിശി പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരിയായ ഒരു വനിതയാണ് വോട്ട് ചെയ്യാൻ വന്നത് എന്നായിരുന്നു പരാതി ഉയർന്നത്. LDF പ്രവർത്തകരാണ് ബൂത്തിനകത്ത് പരാതി ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ചതിന് ശേഷം അവർക്ക് അവിടെ വോട്ട് ഇല്ല, തേങ്കുറിശി പഞ്ചായത്തിൽ വോട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. അത് പരാജയ ഭീതി കൊണ്ടാണ് എന്നാണ് BJP പ്രവർത്തകർ പിന്നീട് പുറത്തിറങ്ങി. അവരുടെ ഭർത്താവ് കർഷക മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, അവർ അതേക്കുറിച്ച് പറയുകയുമുണ്ടായി. നമ്മൾ
അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുകയുണ്ടായി. ഞാനിപ്പോഴുള്ളത് കണ്ണാടി പഞ്ചായത്തിലാണ്. മറ്റിടങ്ങളിലത്തേതുപോലെയല്ല, കണ്ണാടി പഞ്ചായത്തിൽ വലിയ നീണ്ട ക്യൂ ആണ് രാവിലെ മുതൽ തന്നെയുള്ളത്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ AB UP സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. 4 ബൂത്തുകളിലും നീണ്ട നിരയാണ്. സ്ത്രീകൾ അതുപോലെ പ്രായം ചെന്നവർ എല്ലാവരും ഇവിടെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്, വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. അത് LDFന് ഏറെ സ്വാധീനമുള്ള പഞ്ചായത്ത് കൂടിയാണ് കണ്ണാടി പഞ്ചായത്ത്. എല്ലാ വോട്ടുകളും ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി താഴെത്തട്ട് മുതൽ വലിയ പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടികളും അതിനനുസരിച്ച് തന്നെ വിപുലമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിൽ വലിയ തോതിലുള്ള പോളിംഗ് തന്നെയാണ് ഈ ഉച്ചയ്ക്ക്. ഇപ്പോൾ സമയം 12:30 ആവുന്നു. 12:30 ആവുമ്പോഴും വലിയ നീണ്ട ക്യൂ തന്നെയാണ്. 4 ബൂത്തുകളും 168, 169, 170, 172 ബൂത്തുകൾ. ഈ 4 ബൂത്തുകളിലും നീണ്ട ക്യൂ തന്നെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ക്യൂ ഉണ്ട്. പ്രായമായവർ ക്യൂ നിൽക്കുന്നുണ്ട്. ചില വളരെ പ്രയാസപ്പെടുന്ന വോട്ടർമാരെ മാത്രമാണ് അകത്ത് കയറ്റുന്ന പ്രത്യേക എക്സംഷൻ കൊടുക്കുന്നത്. ബാക്കി എല്ലാവരെയും ക്യൂ നിൽക്കുക തന്നെയാണ്. നീണ്ട ക്യൂ തന്നെ കണ്ണാടി പഞ്ചായത്തിലെ ഈ 4 ബൂത്തുകളിലുമുണ്ട്. കണ്ണാടി പഞ്ചായത്തിലെ മറ്റു ബൂത്തുകളിലും നമ്മൾ സന്ദർശിക്കുമ്പോഴും നേരത്തെ കണ്ട കാഴ്ചയും ഇത് തന്നെയായിരുന്നു. രാവിലെ മുതൽ തന്നെ വലിയ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിനിടയിലാണ് കണ്ണാടി പഞ്ചായത്തിൽ ഒരു ഇരട്ട വോട്ടിൻ്റെ ഒരു തർക്കം വരുന്നത്. പക്ഷേ ഇരട്ട വോട്ട് അല്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുകയും ആ പ്രശ്നങ്ങൾ ലഭ്യമായി പരിഹരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കണ്ണാടി പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ട് ആരോപണം ഉണ്ടായത്. ശേഷം അതിൽ പരിശോധന നടത്തുകയും വോട്ടർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 മണിക്കൂറിനോട് അടുക്കുമ്പോൾ പാലക്കാട് 33.74 എന്നുള്ളതാണ് പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മിക്കവാറും എല്ലാ ബൂത്തുകളിലും തന്നെ വളരെയധികം തിരക്കുണ്ട്. നഗരഹൃദയങ്ങളിലാണ് പിന്നെയും ഒരല്പം പോളിംഗ് കുറവുള്ളത്.